നടപടി വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ ഒരു മന്ത്രിസഭ ഒന്നാകെ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ചാണ്, സുരക്ഷയെക്കുറിച്ചാണ് അല്ലേ? തീർച്ചയായും ഇതിന്റെ രണ്ട് വശങ്ങളും ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, പോലീസിന്റെ ഉത്തരവാദിത്വം, അവരുടെ ഡ്യൂട്ടി എന്നത് സുരക്ഷ ഒരുക്കുക എന്നത് തന്നെയാണ്. അതിൽ അവർ മറ്റ് വലിയ ഏറ്റവും ഒടുവിൽ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. കൂട്ടയടിയായിരുന്നു പല മണ്ഡലങ്ങളിലും. അതായത് തുടരെ കാട്ടാക്കട, തിരുവനന്തപുരത്ത് എത്തുമ്പോൾ കാട്ടാക്കടയിൽ കൂട്ടയടി നടക്കുന്നു, നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ, അതോടൊപ്പം തന്നെ പാറശാല മണ്ഡലത്തിൽ, തുടർന്ന് സഞ്ചരിക്കുമ്പോൾ നഗരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ നേമത്തും കോവളം മണ്ഡലത്തിലും ഉൾപ്പെടെ, തിരുവനന്തപുരം മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രവർത്തകർ തമ്മിലുള്ള തമ്മിലടിയോ ഒക്കെയും സംഭവിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി മാത്രമല്ല, ബസ്സിലുള്ളത് മന്ത്രിസഭ ഒന്നാകെയാണ്. കേരളത്തിന്റെ മന്ത്രിസഭയ്ക്ക് സുരക്ഷ നൽകുക എന്ന വലിയ ഉത്തരവാദിത്വം, ഭാരിച്ച ഉത്തരവാദിത്വമാണ് പോലീസിന്റെ മേലുള്ളത്. പക്ഷെ അവിടെ വലിയ വിമർശന വിധേയമാകുന്നത് ഒതുങ്ങി നിന്ന് റോഡ് സൈഡിൽ ഒരു തരത്തിലും ഈ വാഹനത്തിന് അടുത്തേക്ക് പോലും വരാതെ നിന്ന ആളുകൾ, അല്ലെങ്കിൽ ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റിയ ആളുകളെ പോലും വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച, അത് തന്നെയാണ് വലിയ വിമർശനത്തിന് വഴിവെച്ചത്. കാരണം അങ്ങനെ ഒരു മർദ്ദനത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ മർദ്ദിക്കാൻ ആരാണ് അനുമതി നൽകിയത്? മാത്രവുമല്ല, അങ്ങനെ ഒരു മർദ്ദനം കണ്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. അവിടെ ഗുരുതരമായ ആരോപണം ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ നിന്നാണ് അവരെ പിടിച്ചു മാറ്റുന്നത്. തൊട്ടു പിന്നാലെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പ്രതിഷേധിച്ചവരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ എല്ലാം പുറത്തു വന്നതാണ്. പക്ഷെ ആവർത്തിച്ചുള്ള വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞത് താനത് കണ്ടിട്ടില്ല എന്നതാണ്. മാത്രവുമല്ല, അത് പരിശോധിക്കും എന്നൊരു പരാമർശം പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പോലീസിന്റെ നടപടിയെ പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു രീതിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിനെതിരെയാണ് സ്വാഭാവികമായും പല കോണുകളിൽ നിന്ന് വിമർശനം ഉയർന്നു വന്നത്. അത്തരത്തിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി കണ്ടില്ല എന്ന് പറയുന്നു? കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഇങ്ങനെ ഒരു മർദ്ദനം നടക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന യാത്രയുടെ ഭാഗമായി പോലീസ് പിടിച്ചു മാറ്റിയ ആളുകളെ പിന്നീട് അദ്ദേഹത്തിന്റെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും മർദ്ദിക്കുമ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുമ്പോൾ അത് എങ്ങനെ ശരിയാകും? അത് യുക്തിസഹമല്ല. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി അത്തരത്തിൽ പെരുമാറാൻ പാടുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവിടെയാണ് ഇങ്ങനെ ഗുഡ് സർവീസ് എൻട്രി നൽകുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നൊക്കെയും വലിയ വിമർശനം ഉയരുന്നത്. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞൊരു ഭാഗമുണ്ട്, അത് പോലീസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്. സഞ്ചരിച്ചത് മുഖ്യമന്ത്രി മാത്രമല്ല, ക്യാബിനറ്റ് ഒന്നാകെ ഒരു ബസ്സിൽ സഞ്ചരിക്കുകയായിരുന്നു. ആ ഭാരിച്ച ഉത്തരവാദിത്വം അത് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പലവിധ ഭീഷണികൾ നമുക്കറിയാം, രാജ്യത്ത് നിലനിൽക്കുന്ന ഭീഷണി അറിയാം. നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന പലവിധ വിധ്വംസക പ്രവർത്തനങ്ങൾ നമുക്കറിയാം, മാവോയിസ്റ്റ് സാന്നിധ്യം അറിയാം, തീവണ്ടിക്ക് തീവച്ച സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ആ തരത്തിൽ പലപ്പോഴും അക്രമ സംഭവങ്ങളോ തീവ്രവാദ സ്വഭാവമുള്ള സംഭവങ്ങളോ ഒക്കെയും നടക്കുന്ന ഒരു നാട്ടിൽ, ഒരു സംസ്ഥാനത്താകെ ക്യാബിനറ്റ് സഞ്ചരിക്കുമ്പോൾ അവർക്ക് സുരക്ഷ നൽകുക എന്നത് പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. മറ്റ് വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ആ യാത്ര അവസാനിപ്പിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വിജയകരമായ പ്രവർത്തനമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഈ തരത്തിൽ സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ IG വരെയുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം. ഗുഡ് സർവീസ് എൻട്രി നേരത്തെ പോലീസിലുള്ളൊരു സ്ഥിരം കാര്യമാണ്. നല്ല സേവനം കാഴ്ചവെക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് GSC. ആ GSC നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിന് രണ്ട് മാനങ്ങളുണ്ട്, രണ്ട് വശങ്ങളുണ്ട്. വിമർശനം ഒരു വശത്ത് വരുന്നു, അതേസമയം ഉത്തരവാദിത്വം പൂർണ്ണമായി നിറവേറ്റിയെന്ന ആത്മവിശ്വാസത്തിൽ പോലീസ് സേന നിലനിൽക്കുകയും ചെയ്യുന്നു. അശ്വതി, വിനോദ്, ഇതിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു വിഷയം, സർക്കാരിനെതിരെ, ഇടതുപക്ഷത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ആദ്യം മുതൽ തന്നെ ഉയർന്നു വരുമ്പോഴും അതേ നിലപാടിൽ തങ്ങൾ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളെയൊക്കെ അപ്പാടെ തള്ളിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയല്ലേ ഇപ്പോഴും സർക്കാർ സ്വീകരിക്കുന്നത്? അത് ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായും അവിടെയാണ് ഗവൺമെന്റിനെതിരെയും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരായ സന്ദീപും അനിൽ, ഈ രണ്ടുപേർക്കെതിരെയും മറ്റ് 3 ഉദ്യോഗസ്ഥർ ഇവർക്കെതിരെ കേസെടുക്കാൻ ആലപ്പുഴ കോടതിയിലേക്ക് പോകേണ്ടി വന്നതും കോൺഗ്രസ് പ്രവർത്തകർക്ക് അങ്ങനെ പോകേണ്ടി വന്നതും കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കേണ്ടി വന്നതും ഇതേ കാര്യം ഉന്നയിച്ച് പോലീസിന് പരാതി നൽകിയെങ്കിൽ കൂടി കേസെടുത്തിരുന്നില്ല. കേസെടുത്തില്ല എന്നത് മാത്രമല്ല,
മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ അംഗരക്ഷകരെ തുടർച്ചയായി ന്യായീകരിക്കുകയാണ് ചെയ്തത്. അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തു, കടമ ചെയ്തു എന്ന നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ വാഹനത്തിന് മുന്നിൽ ചാടി വീണവരെയാണോ അല്ലെങ്കിൽ ചാടി വീഴാൻ ശ്രമിച്ചവരെയാണോ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ മർദ്ദിച്ചത് എന്ന ചോദ്യമാണ് എക്കാലവും അവശേഷിക്കാൻ പോകുന്നത്. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് അവർ അവരുടെ ഡ്യൂട്ടി ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ആണോ അവർ ചെയ്തത് എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു. മാത്രവുമല്ല, ദൃശ്യങ്ങൾ കള്ളം പറയുന്നില്ല. അദ്ദേഹം കണ്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, താൻ കണ്ടിട്ടില്ല എന്നാണ്. മുഖ്യമന്ത്രിക്ക് കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹം അങ്ങനെ ആവർത്തിച്ച് പറയുന്നു, തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായ പോലീസ് നടപടികൾ വിമർശന വിധേയമാകുന്നുണ്ട്. കാട്ടാക്കടയിൽ വാഹനത്തിന് മുന്നിൽ ഈ സംഘർഷത്തിനിടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയതാണ്, അല്ലെങ്കിൽ ആ സംഘർഷത്തിനിടയിൽ വാഹനത്തിന് മുന്നിൽ പെട്ടതാണ്. ഏതായിരുന്നാലും വാഹനം കൊണ്ടിടിച്ചതല്ല. ആ അകമ്പടി വാഹനം തട്ടി ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്കേൽക്കുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. പിന്നീട് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നെയും പോലീസ് ലാത്തി കൊണ്ട് തല്ലി എന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. കാരണം അങ്ങനെ പരിക്കേറ്റ് തറയിൽ വീണ ഒരാളെ വീണ്ടും തല്ലേണ്ട കാര്യമുണ്ടോ എന്ന ഒരു വിമർശനം ഒരു ഭാഗത്തുനിന്ന് വരുന്നു. എന്തിന് ആ വാഹനത്തിന് മുന്നിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള മറുചോദ്യം സർക്കാരും ഇടത് കേന്ദ്രങ്ങളും ചോദിക്കുകയും ചെയ്യുന്നു. സമാധാനപരമായി ആണോ നിങ്ങൾ സമരം ചെയ്തതെന്ന ചോദ്യം തിരിച്ച് പ്രതിപക്ഷത്തോട് സർക്കാരും ചോദിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ റോഡരികിൽ ഒതുങ്ങി നിന്നവരെ തല്ലുന്ന അവസ്ഥ, അല്ലെങ്കിൽ പ്രതിഷേധിച്ച ആളുകളുടെ വീടുകൾ ആക്രമിക്കുന്ന വെഞ്ഞാറമൂട്ടിലൊക്കെയും തിരിച്ചും രണ്ടു വശത്തേക്കും ഉണ്ടായി. ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വീടും ആക്രമിച്ചു. മറ്റിടങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ ശസ്ത്രക്രിയ കഴിഞ്ഞു കിടന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയെ തന്നെയും ആലപ്പുഴയിൽ വീട് കയറി ആക്രമിച്ചു എന്നുള്ള പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ തരത്തിൽ വീട് കയറിയുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ പരസ്പരം ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന സാഹചര്യങ്ങൾ, അവിടെ പോലീസ് ഒരു വശം ചേർന്ന് പ്രവർത്തിച്ചു എന്ന ആക്ഷേപം ഡിവൈഎഫ്ഐക്കാരെ കൈകാര്യം ചെയ്തതുപോലെ അല്ല, അല്ലെങ്കിൽ ഗവർണർക്കെതിരെ സമരം ചെയ്ത SFIക്കാരെ കൈകാര്യം ചെയ്തതുപോലെയാണോ യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്തതെന്ന മറുചോദ്യം പോലീസ് സർക്കാരിന്റെ ഭാഗമായി അല്ലെങ്കിൽ മർദ്ദനോപകരണമായി മറ്റൊന്ന് വിനോദ്, അതെ, മറ്റൊന്ന് ഈ നവകേരള ബസ്സിനെ സംബന്ധിച്ച് ഈ ബസ് നിരത്തിലിറങ്ങിയപ്പോൾ തൊട്ട് വലിയ സൗകര്യങ്ങളോടെയുള്ള ആഡംബരം എന്തിന് എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയ ബസ്, അസാധാരണ വലിപ്പമുള്ള ഒരു ബസ് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് ഒളിച്ചൊന്നും ഒരു വഴിയും കൊണ്ടുപോകാൻ കഴിയില്ല. വലിയ പ്രതിഷേധമുണ്ടായപ്പോഴും കൃത്യമായ റൂട്ടിലൂടെ ഈ ബസ്സിനൊരു പോറൽ പോലും ഏൽക്കാതെ കൊണ്ടുപോവുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമല്ലേ? അതൊരു പക്ഷേ തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ട, ഈ നേരത്തെ പറഞ്ഞ പലരെയും ആവശ്യമില്ലാതെ കാരണമില്ലാതെ മർദ്ദിച്ചതിനപ്പുറത്തേക്ക് പോലീസ് ആ ഒരു ഡ്യൂട്ടി കൃത്യമായി ചെയ്തു എന്ന് നമ്മൾ പറയേണ്ടതില്ലേ വിനോദ്? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഇതിന്റെ ഈ വാർത്തയുടെ ആദ്യ ഭാഗമായി തുടക്കം മുതൽ പറയുന്നത്. കാരണം പോലീസിന്റെ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ആവർത്തിച്ച് പറയുന്നു, മുഖ്യമന്ത്രി മാത്രം യാത്ര ചെയ്തതല്ല, മറിച്ച് ഒരു ക്യാബിനറ്റ് ഒന്നാകെ യാത്ര ചെയ്തെന്നാണ്. ജനസമ്പർക്ക പരിപാടി നമുക്കറിയാം. ഉമ്മൻചാണ്ടിയുടെ നേർക്കുണ്ടായ ആക്രമണം, അദ്ദേഹത്തിന് കല്ലെറിഞ്ഞത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. സംഭവം നമുക്കറിയാം. ഇത് ബസ്സിൽ ഏറ്റവും മുന്നിലാണ് മുഖ്യമന്ത്രിയുടെ സീറ്റും. തീർച്ചയായും ഏറ്റവും മുന്നിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഈ റോഡരികിൽ നിൽക്കുന്ന ആളുകളെ കൈവീശി കാണിക്കുന്നത്, അഭിവാദ്യം ചെയ്യുന്നത് അദ്ദേഹം ഏറ്റവും മുന്നിലെ ഭാഗത്തിരുന്നാണ്, ഏറ്റവും മുന്നിലെ സീറ്റിലിരുന്നാണ്. അദ്ദേഹത്തിന് മുന്നിലോ അദ്ദേഹത്തിന്റെ വശത്തോ പ്രത്യേകിച്ച് എപ്പോഴും അങ്ങനെ ഒരു അംഗരക്ഷകനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ റോഡിൽ ഉള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പൈലറ്റ് വാഹനത്തിലും എസ്കോർട്ട് വാഹനത്തിലും വാർണിംഗ് പൈലറ്റായും അഡ്വാൻസ് പൈലറ്റായും അല്ലെങ്കിൽ തണ്ടർ ബോൾട്ടായി പോകുന്ന ഉദ്യോഗസ്ഥർ, ഇവർക്കെല്ലാം തന്നെ ഒരു സമ്മർദ്ദം ഉണ്ടാകും. ഈ യാത്രയുടെ തുടക്കം മുതൽ തന്നെ ഇതിലെ ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും അനുഭവിക്കുന്ന ഒരു സമ്മർദ്ദം ഒരു വശത്തുണ്ട്. കാരണം ഒരു വീഴ്ച സംഭവിച്ചാൽ നടപടിയെന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നടപടി എന്നത് പണി പോകുന്നതായിരിക്കും. കാരണം നമുക്കറിയാം പോലീസിലെ തിരിച്ചുവിടലുകൾ, കുഴപ്പക്കാരോ വീഴ്ച വരുത്തുന്നോ ഒക്കെ ആയ ആളുകൾക്ക് ലഭിക്കുന്ന നടപടി എന്ന് പറയുന്നത് കർശനമായ നടപടികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് പോലീസുകാർ നേരിടുന്ന സമ്മർദ്ദം, ഈ എത്തുന്നതുവരെ ആ ഡ്യൂട്ടിയിൽ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ, അത് നമ്മൾ പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ്. ഈ വാഹന വ്യൂഹം കടന്നു പോയ ശേഷം ഈ പോലീസുകാരുടെ മുഖത്ത് വരുന്ന ഒരു സമാധാന ഭാവം, അതായത് എന്തോ ഒരു വലിയ സമ്മർദ്ദം ഒഴിഞ്ഞു പോകുന്ന ഒരു ബോഡി ലാംഗ്വേജ് ആണ് എല്ലാ സ്ഥലത്തും, ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ
ഉള്ള ആളുകളുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അവർ വളരെ ലോഹ്യത്തിൽ സംസാരിക്കുകയും വളരെ കൂളായി നിൽക്കുകയും ചെയ്യും. പക്ഷേ അതിന് തൊട്ടു മുൻപുള്ള നിമിഷത്തിൽ അവർ നിൽക്കുന്നത് എത്രമാത്രം സമ്മർദ്ദത്തിലാണെന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ ഈ യാത്ര റിപ്പോർട്ട് ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും കണ്ടതാണ്. കാരണം എവിടെ നിന്നാണ് ഈ ആളുകൾ ചാടി വീഴുന്നത്, കരിങ്കൊടിയുമായി ചാടി വീഴുന്നത്? ഷൂ എറിഞ്ഞ സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഷൂവിന്റെ സാഹചര്യം മാറി കല്ലാകുമോ? അതൊന്നും നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. രാത്രിയിൽ യാത്ര ചെയ്യുന്നുണ്ട്, ഇരുട്ടിന്റെ മറവിൽ ആരെങ്കിലും ഒരു കല്ലേറ് നടത്തി. അതെ, ഈ രണ്ടു വശം പറയുമ്പോഴുള്ള പോസിറ്റീവിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൃത്യമായി ഏത് തീയതിയിലാണോ എവിടെയാണോ എത്തേണ്ടത് അത് കൃത്യമായ രീതിയിൽ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു കാനം രാജേന്ദ്രന്റെ മരണസമയത്തുള്ള ആ ദിവസം ഒഴിച്ചാൽ, അല്ലെ വിനോദ്? അങ്ങനെ തന്നെയാണ്, ആ നിലയ്ക്ക് തന്നെയാണ്. ഒരു ജില്ലയിലെ പര്യടനം മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം ക്രിസ്മസിന് മുൻപ് യാത്ര അവസാനിപ്പിക്കുന്ന തരത്തിലാണ് ഈ ഷെഡ്യൂൾ ക്രമീകരിച്ചിരുന്നത്. ആ ഷെഡ്യൂൾ പ്രകാരം യാത്ര അവസാനിക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പോലീസ് തന്നെയാണ്. അതിൽ നമുക്ക് അതിനകത്ത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടതില്ല. കാരണം ഈ യാത്ര പോകുന്ന റൂട്ട്, അവിടെ ഒരുക്കേണ്ട സുരക്ഷ, അവിടെ അതെ, ഇതെന്തായാലും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. രണ്ട് വശമുണ്ട് ഈ വാർത്തയ്ക്ക്. എന്തായാലും നവകേരള സദസ്സിൽ സുരക്ഷയൊരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം നൽകിയിരിക്കുകയാണ്. ക്രമസമാധാന പാലനത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും.